നമസ്കാരം. ഒരു ചരിത്ര നിമിഷത്തിന് തിരുവനന്തപുരം എന്നും സാക്ഷിയാവുകയാണ്. കാരണം ഇന്ന് ഓണക്കാലമാണ്. ഓണക്കാലത്ത് സാധാരണ കാണം വിറ്റും ഓണം ഉണ്ണണം എന്നുള്ള പഴയ പഴമൊഴികളൊക്കെ ഇങ്ങനെ പൊടിതട്ടിയെടുക്കുന്ന കാലഘട്ടം. ഇവിടെ തിരുവനന്തപുരത്തിൻ്റെ മേയർ വളരെ മാതൃകാപരമായ ചരിത്രപരമായ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമുക്കെല്ലാവർക്കും കാണാൻ സാധിക്കും, വളരെ വിപുലമായ രീതിയിലുള്ള ഒരു ആഘോഷം ഇവിടെ നടക്കുന്നുണ്ട്. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷനിലെ 4000-ഓളം വരുന്ന ജീവനക്കാർക്ക് ഓണക്കിറ്റുകളും ഓണക്കോടിയും കൊടുക്കുന്ന ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകാൻ ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. വളരെ അത്യപൂർവമായ ഒരു സംഭവമാണ്. തിരുവനന്തപുരം നഗരസഭന് സാക്ഷിയാവുകയാണ്. നമുക്ക് കാണാം, ആളുകളൊക്കെ എത്തിത്തുടങ്ങിയിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജീവനക്കാരൊക്കെ എത്തിത്തുടങ്ങിയിരിക്കുന്നു. തിരുവനന്തപുരം സെൻറ് ജോസഫ് സ്കൂളിൻ്റെ അങ്കണത്തിൽ വെച്ചാണ് നടക്കുന്നത്. നേരത്തെ തന്നെ മേയർ പ്രഖ്യാപിക്കുകയുണ്ടായി, ജനങ്ങൾക്ക് വേണ്ടി ഇത്തരം പദ്ധതികളെല്ലാം ആസൂത്രണം ചെയ്യുമെന്ന് പറയുകയുണ്ടായി. നമുക്ക് ആ ഒരു ധന്യ നിമിഷത്തിലേക്ക് നമുക്ക് സാക്ഷികളാകാം. നമുക്ക് മുന്നിൽ കാണാം, മേയർ കെയർ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഓരോ സോണൽ വീതം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാഗുകളും, ആ ഓരോ ആൾക്കാർക്ക് വിതരണം ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ബാഗുകളും, അതുപോലെ തന്നെ മറ്റു ഉൽപ്പന്നങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഒരു കിറ്റ് തന്നെയുണ്ട്, അത് മേയർ കെയർ എന്ന് എഴുതിയിട്ടുള്ള കിറ്റ് തന്നെയാണ്. ഇത് നമുക്കിപ്പോൾ കാണാം, ഇത് ഹരിതകർമ്മസേനാ സർക്കിളുകളാണ്, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കാണുന്നതും ഹരിതകർമ്മസേനയുടെ കുറച്ച് ഓരോ ഭാഗത്തായിട്ടുള്ളതാണ്. നമുക്കിതിൽ കാണാം, അങ്ങനെ ഈ 4000-ഓളം തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളും അതുപോലെ തന്നെ കിറ്റുകളും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കുക എന്നതൊന്ന് മേയറിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. ഇത് സാനിറ്റേഷൻ, അതുപോലെ ആ സർക്കിളുകളിലുള്ള നണ്ടൻകോട്, പാളയം, പൂന്തുറ, ശാസ്ത്രമംഗലം സെക്രട്ടേറിയറ്റ് ഭാഗത്തുള്ള സാനിറ്റേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള കിറ്റുകളാണ്. അത്തരം കിറ്റുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാവരും തൊഴിലാളികൾ വളരെ 2 ദിവസം കൊണ്ട് തന്നെ ഇവിടെ ഇത് അടുക്കുന്നതിനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള വളരെയധികം പ്രവർത്തനങ്ങളിലായിട്ട് മുന്നോട്ട് നിൽക്കുകയാണ്. നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇതുപോലെ തന്നെ പലതരത്തിലുള്ള കിറ്റുകളും അത്തരം മേയർ കെയർ എന്നെഴുതിയ ബാഗുകളാണ്. ഈ കാണുന്നതും സാനിറ്റേഷൻ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്, കിറ്റുകളാണ്. കിറ്റുകളെല്ലാം കൃത്യമായിട്ട് തൊഴിലാളികൾ നേരത്തെ തന്നെ മുൻകൂട്ടി തയ്യാറാക്കിയ രീതിയിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓണക്കോടികളും ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള വളരെ ആക്റ്റീവായിട്ടുള്ള, ചരിത്രത്തിൽ ഇതുവരെ തിരുവനന്തപുരം കോർപ്പറേഷൻ കാണാത്ത തരത്തിലുള്ള ഒരുക്കങ്ങൾ, ഉദ്യോഗസ്ഥരുടെ ഒരു പിന്തുണ, അവരുടെ കഠിന അധ്വാനം, അതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത്രയും ഏകദേശം 4000-ഓളം തൊഴിലാളികളുണ്ട്. ഈ 4000-ഓളം തൊഴിലാളികൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ഓണക്കോടികൾ വരെ അത്തരത്തിൽ കൊടുക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ തികച്ചും മാതൃകാപരമാണ്. അത്തരത്തിലുള്ള ഒരു വലിയൊരു ഇതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഇത്രയും ആളുകൾ ഇവിടെ എത്തിച്ചേർന്ന് നേരത്തെ തന്നെ ആളുകളൊക്കെ എത്തിയിരിക്കുകയാണ്. വളരെ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ചരിത്ര നിമിഷം ഇവിടെ സാക്ഷിയാകാൻ വേണ്ടിയിട്ട് അനന്തപുരി കാത്തിരിക്കുകയാണ്. മേയർ കെയർ പദ്ധതിയിൽ ഒരുമിച്ചോണം എന്ന ആപ്തവാക്യവുമായി തിരുവനന്തപുരത്തിൻ്റെ മേയർ വളരെ പ്രസിദ്ധമായ രീതിയിലുള്ള ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി ഇത് ഒരു തൊഴിലാളി പോലും, തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു തൊഴിലാളി പോലും ഈ ഓണത്തിന് പട്ടണം കിടക്കരുത് എന്ന ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹത്തിൻ്റെയും ആ ഒരു സേവനത്തിൻ്റെയും ഒക്കെ ഒരു പ്രതിഫലനമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ മേയർ ഇത് ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി 4000-ഓളം തൊഴിലാളികൾക്ക്, തിരുവനന്തപുരം കോർപ്പറേഷനിലെ എല്ലാ തൊഴിലാളികൾക്കും, എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്കും അവരുടെ ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ഒരു ഓണക്കോടിയും അതുപോലെ തന്നെ ഓണക്കിറ്റുകളും വിതരണം ചെയ്യുന്ന ഒരു ധന്യ നിമിഷത്തിന് നമുക്ക് സാക്ഷികളാകാൻ സാധിക്കും.
കഴിഞ്ഞാലും വിഷമം വന്നു കഴിഞ്ഞാലും ഒരുമിച്ച് നിൽക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ കോർപ്പറേഷൻ ഈ രാജ്യത്തിലെ തന്നെ ഏറ്റവും മികച്ച കോർപ്പറേഷനായി മാറുന്നത്. ഇന്ന് ഞാനുള്ള പറഞ്ഞത് ഡോഗ് സ്ക്വാഡിൽ പെട്ടവർക്കായിരിക്കണം ആദ്യം ഇത് കൊടുത്തു തുടങ്ങുന്നത് എന്നൊരു ആഗ്രഹം വേണമെന്നുള്ളത് എനിക്കുണ്ട്. കാരണം ഞാൻ വേറാളുന്നതിന്റെ കാരണവും അല്ലെങ്കിൽ കോർപ്പറേഷൻ ഭരണത്തിൻ്റെ കാരണങ്ങൾ ഒന്ന് തെരുവുനായി നിയന്ത്രിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞങ്ങൾ സത്യപ്രതിജ്ഞ 24 മണിക്കൂറിനകം അന്നത്തെ സെക്രട്ടറി ജഹാംഗീറിനോട് ഈ വേദന പറഞ്ഞു, ഇത് പ്രസംഗത്തിൽ പറഞ്ഞാൽ എന്തെങ്കിലും പരിഹരിച്ചേക്കുള്ളൂ. അപ്പൊ തന്നെ സെക്രട്ടറി ചില സൊല്യൂഷൻ പറയും. ഞങ്ങൾ ചർച്ച നടത്തി അംഗീകരിക്കുകയും ചെയ്തപ്പോഴേക്കും ഡോക്ടർ ശ്രീരാജിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഡോഗ് സ്ക്വാഡ് പിറ്റേ ദിവസം തന്നെ രംഗത്തിറങ്ങി. അന്ന് ഞാൻ ഒരു യാതൊരു മറവുമില്ലാതെ പറയട്ടെ, ഈ ഭരണസമിതിക്ക് ആദ്യത്തെ ചുവട് മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും പ്രാധാന്യം ആദ്യം തന്നെ കൊടുക്കണമെന്ന് ഞാൻ പറയുകയാണ്. ചരിത്രപരമായിട്ടുള്ള ഒരു നാഴികക്കല്ലാണെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ പിന്നിടുന്നത്. 4000-ഓളം ജീവനക്കാർക്കും അതോടൊപ്പം തന്നെ 101 കൗൺസിലർമാർക്കും അവർക്ക് കൊടുക്കുന്ന ഈ ഒരു ഘട്ടത്തിൻ്റെ ഈ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് എന്താ പറയാം? അല്ല, ഈ പ്രവർത്തനം ഈ ജീവനക്കാരൊക്കെ ചേരുമ്പോഴാണല്ലോ കോർപ്പറേഷൻ വിജയകരമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവർ കോർപ്പറേഷന് വേണ്ടി അധ്വാനിക്കുന്നു, സമൂഹത്തിന് വേണ്ടി അധ്വാനിക്കുന്നു. അപ്പോൾ സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന സഹായങ്ങൾ ഞങ്ങൾ അവരിലേക്ക് എത്തിക്കുന്നു. ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. എല്ലാവരും വളരെ സന്തോഷത്തോടെ രാവിലെ വന്ന് ഓണക്കിറ്റ് ഓണക്കോടിയൊക്കെ ആയിട്ട് പോവുകയല്ലേ. ഓക്കെ, ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഫസ്റ്റ് ജോബാണ് എൻ്റെ. അപ്പം അത് കിട്ടി. അപ്പോൾ ഓണത്തിന് ഫസ്റ്റ് ടൈമാണ് എനിക്ക് വീട്ടിൽ നല്ലാതെ ഇങ്ങനെ ഭയങ്കര ഹാപ്പിനെസ് തോന്നുന്നുണ്ട്. ഒരു ജീവനക്കാരി എന്ന രീതിയിൽ മേയറിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ കാണും? മേയറിന്റെ നല്ല പ്രവർത്തനങ്ങളാണ്. ഇൻഫാക്ട് കുറച്ച് സിസ്റ്റമാറ്റിക് ആയി എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. പുറത്തുനിന്നായാൽ തന്നെ ഇപ്പം കുറേ പേര് ചോദിക്കുന്നുണ്ട് ഓഫീസ് സ്ട്രിക്റ്റ് ആണോ എങ്ങനെയാണെന്നൊക്കെ. കുറേ പേര് അങ്ങനത്തെ രീതിയിലൊക്കെ നല്ല രീതിക്ക് ഇപ്പം ഇൻസ്റ്റാഗ്രാം ഇപ്പം ഇന്നലത്തെ ഓണം സെലിബ്രേഷൻ തന്നെ ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റ ആയാലും തുറന്നാൽ തന്നെ ട്രിവാൻഡ്രം കോർപ്പറേഷൻ മാത്രമേ ഉള്ളൂ അതിനകത്ത്. അപ്പോൾ അത്രയ്ക്ക് നമ്മുടെ ഒരു ജീവനക്കാരെ ചേർത്ത് നിർത്തുന്ന ഒരു രീതിയിലാണ് മേയർ പെരുമാറുന്നത് അല്ലേ? അത് നല്ല രീതിക്ക് ജീവനക്കാരെ ചേർത്ത് പിടിക്കുന്ന പ്രവർത്തനം തന്നെയാണ് മേയർ ചെയ്യുന്നത്. ജീവനക്കാരപ്പം കൃത്യമായി ജോലികൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. വളരെ സന്തോഷം. എല്ലാവർക്കും ഓണാശംസകൾ. കിറ്റ് വാങ്ങിയായിരുന്നു? അതെ, വാങ്ങിയില്ല, വാങ്ങാൻ പോകുന്നു. നിങ്ങൾക്ക് ഇത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കിട്ടുന്നത് അല്ലേ? അതെ. എങ്ങനെയാ ഇതിനെ കുറിച്ച് എന്താ പറയുന്നത്? സന്തോഷം, വളരെ സന്തോഷം തന്നെ. ഓണം ഹാപ്പി ഓണം. ഓണം ആഘോഷിക്കാൻ പറ്റും. മേയർ എന്താ പറയുന്നത്? മേയറിനെ കുറിച്ച് എന്താ പറയുന്നത്? നല്ല മേയർ തന്നെ. നിങ്ങളെയൊക്കെ ഒരുപാട് ചേർത്ത് നിർത്തുന്നു. സന്തോഷം. ഈ മേയർ വന്ന് തന്നതിന് വലിയൊരു സന്തോഷം. ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം. ഭയങ്കര സന്തോഷം. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. നിങ്ങൾക്ക് മേയർ സാറിനോട് ഭയങ്കര ആത്മാർത്ഥത. സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും ഓണം ആഘോഷിക്കാൻ ഓണക്കോടിയും കിട്ടി. സന്തോഷം, ഭയങ്കര സന്തോഷം. ഒരു നീണ്ട കാത്തിരിപ്പ് ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ വലിയൊരു പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇവിടെ കാണുന്നത്. എല്ലാ സോണലുകളിലും കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവനക്കാർക്കും അതുപോലെ തന്നെ കൗൺസിലർമാർക്കും എല്ലാവർക്കും ഓണക്കിറ്റും ഓണക്കോടിയും നൽകുന്ന ഒരു പ്രവർത്തനം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. ബഹുമാനപ്പെട്ട മേയർ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ ജനസാഗരം എന്ന് പറയുന്നത് ഈ ഓണക്കിറ്റും ഓണക്കോടിയും ഏറ്റുവാങ്ങിയ സാധാരണക്കാരായ ജനങ്ങളുടെ ഒരു സന്തോഷ പ്രകടനമാണ് കാണാൻ സാധിക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടുത്തെ ജനങ്ങളുടെ അവരുടെ പ്രതികരണങ്ങൾ തന്നെ നമുക്ക് എടുക്കാം. നമ്മുടെ പ്രതികരണങ്ങളിലൂടെ തന്നെ നമുക്കിത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ജീവനക്കാരൻ സന്തോഷത്തിലാണ്, അതുപോലെ തന്നെ ഇവിടുത്തെ ജീവനക്കാർ സന്തോഷത്തിലാണ്, ഉദ്യോഗസ്ഥർ സന്തോഷത്തിലാണ്. ചേട്ടാ സന്തോഷം. ആദ്യമായിട്ടല്ലേ ഈ സമയം? ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട്? സന്തോഷം. ആദ്യമായിട്ടാണ്. നിങ്ങൾക്ക് ഈ തവണ ഓണക്കോടിയും അതുപോലെ തന്നെ ഓണക്കിറ്റും മതിപ്പോൾ സന്തോഷം. എങ്ങനെയാണ്? സന്തോഷം. ഈ എന്താ പറയുന്നു മേയറെ കുറിച്ച് പറയുന്നു? എന്ത് പറയുന്നു മേയറെ കുറിച്ച്? ആദ്യമായിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ലതുപോലെ സൂപ്പർ മേയർ. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. അടിപൊളി, സൂപ്പറാണ്.
അപ്പോൾ നമ്മൾ ജനങ്ങളുടെ പ്രതികരണം നമ്മൾ കണ്ടായിരുന്നു. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. വളരെ അഭിമാനകരമായ ഒരു നിമിഷത്തിലേക്കാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കടന്നു പോകുന്നത് എന്നത്. ചേച്ചി എന്താ പറയാനുള്ളത്? നല്ല കാര്യം. നിങ്ങൾക്ക് ആദ്യമായിട്ടല്ലേ ഇങ്ങനെ നിങ്ങൾ ജോലി? ആദ്യമായിട്ടാണ്. സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടണത്. എല്ലാം ആദ്യമായിട്ടാണ്. മേയർക്ക് ഹാപ്പിയാണ്, എല്ലാവർക്കും ഹാപ്പിയാണ്. നമ്മുടെ ഈ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് സഹായിക്കുന്നവരും ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു വലിയ സന്തോഷമുണ്ട്. ഇന്നലെ സദ്യ കഴിച്ചു, നല്ല അടിപൊളി സദ്യയായിരുന്നു. ചേച്ചി എങ്ങനെ പറയുന്നു? ചേച്ചി എന്ത് പറയുന്നു? സന്തോഷമാണ്. സന്തോഷം. ഇതാ നമുക്ക് ഈ കാണാം, നമ്മുടെ മുമ്പിലുള്ള ഈ കിറ്റിൽ തന്നെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം സാധനങ്ങളും അതോടൊപ്പം തന്നെ ഓണക്കോടിയും നമുക്ക് ഇതിനകത്തുണ്ട്. ചേച്ചി എങ്ങനെയുണ്ട്? സന്തോഷമായി, ഞങ്ങൾക്കല്ല എല്ലാ ജീവനക്കാർക്കും സന്തോഷമായി. എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരും സന്തോഷത്തിലാണ്. അതുപോലെ തന്നെ വേറെ പ്രത്യേകത കൂടിയുള്ളത് മാധ്യമ പ്രവർത്തകർക്കും കൂടി ഇത്തവണ ഓണക്കോടിയുണ്ട്. ചേട്ടാ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. സൂപ്പറാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. സൂപ്പറാണ്. ചേച്ചി എങ്ങനെയാണ്? അടിപൊളി, നല്ല ഓണം, സന്തോഷം. ആർക്കും പട്ടിണിയില്ലാതെ ഓണം കഴിച്ചു. ഒരു മാവേലി ഈ വർഷം ഇല്ലാത്ത ഒരു പുതിയൊരു സംഭവം. അടിപൊളി. എങ്ങനെയാണ് കൊള്ളാം, അടിപൊളി. നമുക്ക് കാണാം, ഈ കാണുന്നതൊക്കെ ഇവിടെ സാധാരണ ഓരോ സോണലിലുള്ള ഓരോ ജീവനക്കാരും വന്നും വാങ്ങുന്നുണ്ട്. അവർക്കിടെ ലിസ്റ്റുകളുണ്ട്. കൃത്യമായിട്ടും അവരുടെ വാർഡ് കൗൺസിലർമാരുടെ നേതൃത്വത്തിലുള്ള ഒരു ബോഡിയുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ എല്ലാവരുടെയും ഈ കാണാം. ഈ ഒരു സാഗരം എന്ന് പറയുന്നത് നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ കോർപ്പറേഷൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു സംഭവം. ഒരു വലിയ ഒരു പ്രവർത്തനത്തിന്, വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയാം. അത്തരത്തിലുള്ളൊരു പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ കാണാം, ആളുകളുടെ ഓരോരുത്തരുടെയും പ്രതികരണം കാണാം. ചേച്ചി എങ്ങനെയുണ്ട്? ഇതുപോലെ ആരും തന്നിട്ടില്ല ഞങ്ങൾക്ക്. ഇപ്പൊ ഈ സാറാണ് തന്നത്. ഭയങ്കര സന്തോഷം. നിങ്ങൾ ആ ഹരിതകർമ്മസേനയ്ക്ക് തന്ന യൂണിഫോമോട് യൂണിഫോം ഓരോന്നും കൂടി തരണം. കിറ്റൊക്കെ വാങ്ങി എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. തിരുവനന്തപുരം നഗരസഭയിൽ നാളെ ഇതുവരെ ഇല്ലാത്തൊരു സംഭവമാണ്. ബഹുമാനപ്പെട്ട മേയറും ഡെപ്യൂട്ടി മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും സെക്രട്ടറി എല്ലാവരും കൂടെ കൊടുത്ത നല്ലൊരു സംഭവമാണ്. നമ്മുടെ ജീവനക്കാരെല്ലാം ഹാപ്പിയാണ്. നാളെ ഇതുവരെ ഇല്ലാത്തൊരു പുതിയൊരു സംരംഭമാണ്. ഓണമായിട്ട് എല്ലാ ജീവനക്കാർക്കും സന്തോഷമാവാൻ വേണ്ടിയിട്ട് നമ്മുടെ മേയർ കൊടുത്തതാണ്. അത് നമ്മുടെ കണ്ടിജൻസ് ജീവനക്കാരുടെ എല്ലാവരുടെയും പേരിൽ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എല്ലാവർക്കും ഈ ഭരണസമിതിയിൽ കണ്ടിജൻസ് ജീവനക്കാരുടെ പേരിൽ നന്ദി അറിയിച്ചോളൂ. ഈ നേരത്തെ മേയർ സൂചിപ്പിക്കുകയുണ്ടായി, സെക്രട്ടറി മുതൽ സാധാരണ ഏറ്റവും താഴെ കണ്ടിജൻസ് ജീവനക്കാർ വരെ ഒരേപോലെയുള്ള ഇതാണ്. അതുപോലെ തന്നെ അതാണ് കോർപ്പറേഷൻ്റെ ജീവനക്കാരെല്ലാം. എങ്ങനെ കാണുന്നു ഇന്നത്തെ? വളരെ സന്തോഷം. ഞാൻ ജോലിക്ക് ഇതിൽ കയറിയിട്ട് തന്നെ 11 വർഷത്തോളമാവണം. പക്ഷെ ആദ്യമായിട്ടാണ്, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത് കിട്ടുന്നത്. വളരെ സന്തോഷം. കാരണം എന്ന് വെച്ചാൽ ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മഞ്ഞക്കോടി പോലും കിട്ടിയ ചരിത്രമില്ല. പക്ഷെ ഇത് വളരെ സന്തോഷവും അഭിമാനമുണ്ട്. നന്നായിരിക്കട്ടെ. ഹാപ്പിയാണ് ഓണം? വളരെ ഹാപ്പി. വളരെ ഹാപ്പി. ഇപ്പം ഇത് കിട്ടിയ ശേഷം വളരെ ഹാപ്പി. വളരെ സന്തോഷമുണ്ട്. നമുക്കെല്ലാം കിറ്റ് തന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളെ കണ്ടിജൻസ് ജീവനക്കാർക്ക്, ഹരിതകർമ്മയ്ക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. എല്ലാ ജീവനക്കാരെയും പരിഗണിച്ചുകൊണ്ടാണ് ഈ പരിപാടി മേയർ കെയർ എന്ന പരിപാടി നടത്തിയത്. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. പാർട്ടിയെ നോക്കാതെയും ഒരു സംഘടനയൊന്നും നോക്കാതെ എല്ലാവരെയും ഒരുപോലെ കണ്ട മേയർക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങളുടെ എല്ലാ ജീവനക്കാർക്കും വേണ്ടി ഞാൻ നന്ദി പറയുന്നു. എത്ര വർഷം ജോലി ചെയ്യുന്നു? 10 വർഷം. ആദ്യമായിട്ടൊരു സംഭവം. അപ്പം ഈ വർഷത്തെ ഓണം അടിപൊളിയാണ്. ഒരുപാട് സാധനങ്ങളുണ്ട്, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. വളരെ സന്തോഷം തോന്നുന്നു. ഇവിടെ തന്നെയാണോ 10 വർഷം വർക്ക്? ഇവിടെ തന്നെയാണ്. ഓണം നല്ല സാർ നമുക്ക് അതിന് വലിയ ഉപകാരം. നമ്മൾ വർക്ക് ചെയ്യുന്ന സാനിറ്റേഷൻ വർക്കറായിട്ട് നെട്ടയത്ത്. അതെ. എങ്ങനെയാണ്? സന്തോഷം തോന്നുന്നു? സന്തോഷം. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ്. ആദ്യമായിട്ട് വളരെ നല്ല പരിപാടി. കാരണം ഇത്രയും നാൾ ഇങ്ങനെ ഒരു പരിപാടി ഈ ജീവനക്കാർക്ക് ഇതുവരെ ആരും കൊടുത്തിട്ടില്ല. നമ്മുടെ മേയർ കെയർ വഴി അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. ആദ്യമായിട്ട് തന്നെയാണ്, ലോകത്തിൽ തന്നെയാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ജീവനക്കാർക്ക് ഓണ പരിപാടിക്കുമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത്. എന്തുകൊണ്ടും മേയർക്ക് എല്ലാവിധ ആശംസകളും. ഒപ്പം നമ്മളോട് സഹകരിക്കുന്ന എല്ലാ ജീവനക്കാർക്കും എൻ്റെ സഹപ്രവർത്തകരുടെ പേരിലുള്ള നന്ദിയും കടപ്പാടും അർപ്പിക്കുന്നു. ഞാൻ വന്നിട്ട് 1 വർഷമായേ ഉള്ളൂ. കഴിഞ്ഞ ആദ്യമായിട്ടാണോ ജോലി വരുന്നത്? അതാ നേരത്തെ ജോലി ചെയ്തിരുന്നു?
ഇല്ല, ഞാനിപ്പോൾ തിരുവല്ല സോണലിലാണ്. 1 വർഷമായിട്ട് ഇത് 2ാമത്തെ ഓണമാണ്. അപ്പൊ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ആദ്യമായിട്ട് സന്തോഷമാണ്, ഹാപ്പിയാണ്. ചേച്ചി എങ്ങനെയുണ്ട് നിങ്ങൾ? ഞാൻ കയറിയിട്ട് 13 വർഷമാവും. പക്ഷെ കിറ്റ് കിട്ടിയത് ആദ്യമായിട്ടാണ് കിറ്റ് കിട്ടിയത്. സന്തോഷം തോന്നുന്നുണ്ടോ? സന്തോഷം. ഇങ്ങനെ ഒരു സംരംഭം ചെയ്ത മേയറെ കുറിച്ച് എന്താ പറയാ? മേയറെ കുറിച്ച് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയതിൽ നല്ലതായിട്ട് അഭിപ്രായം പറഞ്ഞു. നല്ല അഭിപ്രായമാണ്. സന്തോഷം. ഹാപ്പി. ആദ്യമായിട്ടാണോ? ആദ്യമായിട്ട്. എത്ര വർഷം കൊണ്ട് ജോലി ചെയ്യുന്നു? ഞാൻ 10 വർഷം കൊണ്ട് ജോലി ചെയ്തു. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം. അതെ. മേയറെ കുറിച്ച് എന്താ പറയുന്നത്? നല്ല അഭിപ്രായം പറയാം. എത്ര വർഷം കൊണ്ട് ജോലി ചെയ്യുന്നു? നല്ല ഹാപ്പിയാണ്. നല്ല പഴയതിനാണെങ്കിൽ നല്ല ഓണമാണ് ഈ ഗംഭീരമായിട്ട് കാര്യം. നല്ല എത്ര വർഷം കൊണ്ട് ജോലി ചെയ്യുന്നു? ഞങ്ങൾ 10 കൊല്ലം കൊണ്ട് ജോലി ചെയ്യുന്ന കോർപ്പറേഷനിൽ 10 കൊല്ലം കൊണ്ട് ജോലി ചെയ്യുന്ന നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സന്തോഷമുള്ള സാധനങ്ങൾ കിട്ടുന്നത്. നല്ല സന്തോഷമായി. ഹാപ്പി വേണം. 23 വർഷം. പിന്നെ ആദ്യമായിട്ട് ചരിത്ര സംഭവം. പിന്നെ വളരെ സന്തോഷം. ഈ ഓണം ഹാപ്പിയാണ്. ഹാപ്പി അടിപൊളി. എല്ലാരെയും ചേർത്ത് നിർത്തുന്ന മേയറെ കുറിച്ച് എന്താ പറയുന്നത്? അയ്യോ, നല്ല ഇത് 100-ൽ ഒരാൾ പോലും ഇതുവരെ കാണൂല, അത്ര നല്ല മനുഷ്യൻ. സന്തോഷം തോന്നുന്നു. പിന്നെ വളരെ സന്തോഷം. 10 വർഷം ആദ്യമായിട്ടാണ് ഈ സംഭവം? ആദ്യമായിട്ടല്ലേ? സന്തോഷമല്ലേ? സന്തോഷം.